നമസ്കാരം ജാങ്കോ. ഇന്ന് നോക്കലി പ്ലീസ് പ്ലീസ്, ഇന്ന് നോക്കല് സീരിയസ് ആയിട്ട്. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. അങ്ങനെയല്ല, അതിലൊക്കെ നിങ്ങളെ ലവ് സ്റ്റോറി ഇങ്ങനെ കിടന്ന് ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം. ചെപ്പർക്കട വെച്ചാൽ അങ്ങനെ ആ ഒരു സാധനം തോന്നുന്നുണ്ടോ? കലിപ്പൻ ചെയ്ത് എല്ലാവരുടെ ഇടയിലും ഒരു ടോക്സിക് പേര് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നേരെ തിരിച്ച് ഇപ്പൊ എഴുതുന്ന സ്ക്രിപ്റ്റിൽ ശാരിക്ക് പാവമായി കല്യാണം കഴിഞ്ഞ ശേഷം ഞാനൊരു വേൾഡ് വാർ 3 പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാരിക്കിനെ പറഞ്ഞ് പേടിപ്പിച്ചത്. നോക്കിയപ്പോ ആ ഡേറ്റ് നോക്കാം, കല്യാണം കഴിക്കാം എന്നുള്ള മൂഡ്. നിങ്ങളല്ലേ കല്യാണം വേണ്ടിക്കാന്നൊക്കെ പറഞ്ഞു നടന്നീനി. ഞാൻ ബ്രേക്കപ്പ് ആണെന്ന് പോയത്. ബ്രേക്കപ്പോ ഇപ്പന്റെ കാന്താരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിക്കടെ അവിടെ പോലടി ചാറിലടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് കേൾക്കണ്ട. ഞാൻ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജെൻസി കിഡായാ മതി, ഇതൊക്കെ അറിയാൻ പറ്റും. അമ്മച്ചളെ അയ്മ പിടിച്ച് കയറില്ലേ. പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പരിപാടി. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പിടിക്കും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അറിയാം? ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ പറയണേ. അയ്യോ ഓക്കെ, അടുത്തത് അമ്മച്ചളെ അങ്ങനെ ഒന്നും കേട്ടോ. ഫ്രണ്ട്സ് ആണ്, വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും ചെയ്യാം. പിടിക്കരുത്. പൃഥ്വിരാജ് പിടിച്ചാണോ? ഇത് ട്രെൻഡാണ്. ആ ഇതൊക്കെ പണ്ട് ഇത് ട്രെൻഡിങ് ആണ്. അതായത് അയ്യോ അങ്ങനെയല്ല, ഞങ്ങളെ മലപ്പുറക്കാർ സംസാരിക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ സൈക്കോ വൈഫില്ലേ എങ്ങനെ കിട്ടിക്കുട്ടിയെ കറക്റ്റ്. അത് ഞാൻ അപ്പത്തൊരു മൂടിന് എഴുതി വെച്ചാ മന്തി ബിരിയാണി എന്നൊക്കെ. ഫലൂദ പായസത്തിലോ ഒഴിവാക്കി പോ ചെങ്ങായ. ഞാൻ അണ്ണ കിട്ടോ പറഞ്ഞു ഞാൻ വേണ്ടി. ഒരാളോട് ഇങ്ങനെ പറയുന്നത് എവിടെ കാണുന്ന എനിക്കറിയാം. അടുത്ത ഷോട്ട്. എല്ലാവർക്കും നമസ്കാരം ജാങ്കോ. ഇന്ന് നോക്കലി പ്ലീസ് പ്ലീസ്, ഇന്ന് നോക്കല് സീരിയസ് ആയിട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. ജാങ്കോ സ്പേസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജന ശിവ. അപ്പം നമ്മുടെ ഓണത്തിന് ജാങ്കോ സ്പേസിലൂടെ ഒരുപാട് ഓണം സ്പെഷ്യൽ സീരീസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗസ്റ്റിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 2 ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇവർ തന്നെ, ഇവർ നമ്മൾക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും നമുക്ക് റീൽസ് ഇങ്ങനെ ഇട്ട് തരില്ല ഇൻസ്റ്റഗ്രാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷൻ മനസ്സിലാക്കി ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള റീൽസ് ഇവരിട്ട് തരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻഫ്ലുവൻസിനെ വെൽക്കം ചെയ്യാം. ഷാരിക ആൻഡ് ഷാരിക്കൻ്റെ താത്തക്കുട്ടി സുന്ദരി അമൃത, വെൽക്കം ടു അവർ ഷോ. ഓക്കെ, കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ഇൻട്രോ ആണ്. അപ്പം എനിക്ക് നിങ്ങളെയാണ് ഇൻ്റർവ്യൂ എടുക്കാൻ കിട്ടി പറഞ്ഞപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെയല്ല, സത്യമായിട്ടും സന്തോഷമുണ്ട്. ഇനി എന്താ കാരണം പറയാൻ പറ്റുമോ? കാരണം ഞങ്ങളൊരു നാട്ടുകാരാണ്, മലപ്പുറക്കാരാണ്. ഇത് മനസ്സിലാവിന്റെ ഭാഷ സത്യമായിട്ട് ആ നമ്മളങ്ങനെ പറയലുണ്ട്. അറിയില്ല, അത് നിങ്ങൾ കൊച്ചി വന്ന് താമസിച്ചതിന് ശേഷം. ഞാൻ ഇപ്പോഴും മലപ്പുറത്തൊക്കെ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഭാഷ? ഓക്കെ, അപ്പം നമുക്ക് പോയിന്റിലോട്ട് വരാം. എനിക്ക് അറിയേണ്ടത്, നിങ്ങളൊരു വട്ടം ഓണം ആഘോഷിച്ചല്ലേ? ഞാൻ ഇൻസ്റ്റയിലൊരു പിക്ക് കണ്ടിനല്ലോ, നിങ്ങൾ നല്ല സാരി ഒക്കെ ഇട്ട് ചോപ്പ് ബ്ലൗസൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് ആഘോഷമല്ലേ? അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോണേ. എത്താണ് നിങ്ങളുടെ പരിപാടി? രാവിലെ എണീറ്റിട്ട് ഓണത്തിന് എത്താ നിങ്ങളുടെ പരിപാടി? രാവിലെ എണീറ്റിട്ട് ഒരു ഡേ മൈ ലൈഫ് പോലെ അങ്ങനെ പറയണം. അല്ല, കഴിഞ്ഞോട്ട് നിങ്ങൾ ഓണം ആഘോഷിച്ചില്ലേ? അപ്പം നിങ്ങൾ ഒപ്പരമുള്ള ഫോട്ടോസ് കണ്ടുകഴിഞ്ഞല്ലോ. അപ്പം നിക്കാതെ കഴിഞ്ഞിട്ടുണ്ടാവൂല. അതേക്കില്ലേ? ഇതൊക്കെ പരിപാടി. നമ്മളവിടെ കുറേ ചടങ്ങുണ്ട്. നിക്കാതെ കഴിയണം, കല്യാണം ഉണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പിന്നെ അതിനിടെ ഒരു ഗ്യാപ്പ് ഇട്ടില്ലായിരുന്നോ?
ഗ്യാപ്പ് ഇട്ടില്ല, അതാ ഞാൻ ചോദിച്ചിക്കണേ. ആ അല്ല അതിന്റെ ഇടയിലല്ലായിരുന്നു ഓണം. പിന്നെ ഇത് എപ്പോഴാ? സെപ്റ്റംബർ തന്നെ ഓണോ? അത് അറിയില്ലല്ലോ. നിക്കാഹ് ആയിക്കോട്ടെ, എന്തേലും ആവട്ടെ. എത്തങ്ങൾ രാവിലെ ചെയ്യല് ഒരു ഓണത്തിന്? എനിക്കും. എന്നിട്ട് പിന്നെ ചെയ്യും. പിന്നെ ഈ എല്ലാരും വരും. എന്നിട്ട് എന്റെ വീട്ടിലോട്ട് വരുന്നു. വെറുതെ നമ്മളെല്ലാരും കൂടെ സദ്യയിലെ ഓൾമോസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പക്ഷേ സദ്യ വേണോ? എന്താ സദ്യക്ക് എന്താ കുഴപ്പം? സദ്യക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കേണ്ടത് മൊത്തം. അതൊക്കെയുണ്ട് അസുഖം, ഇറച്ചി വേണം എന്നുള്ള കാര്യം. അല്ല ഇതിപ്പോ സദ്യ ഉണ്ടാക്കും നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അമീറത്ത് ഉണ്ടാക്കണ രണ്ട് മൂന്ന് സദ്യ വിഭവങ്ങൾ പറഞ്ഞാട്ടെ. സദ്യ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തിനാ? മന്തിയോ? എന്താ തിന്നണ സാധനമാണോ? അല്ല ഞാൻ ചോദിച്ചതാ. ഉണ്ടോ? അത് ഏത് നാട്ടിലാ? ഇവിടെ കിട്ടുവോ? അവിടെ എന്ത് ആവട്ടെ. എന്ത് അപ്പൊ പുളിശ്ശേരി അല്ലേ പറഞ്ഞു വരുന്നത് നിങ്ങള്? അതെന്താ മറ്റേ ഇങ്ങനെ നക്കിയിട്ട് തിന്ന? ആ കറുപ്പ് സാധനം. യെസ്, ഓക്കെ. ആ സാധനം ഉണ്ടാക്കാൻ അറിയാം? അത് നല്ല രീതിക്ക് ഉണ്ടാക്കും. പിന്നെ വേറെ എന്താ ഉണ്ടാക്കുക? അതെന്താണ്? സദ്യയിൽ എന്തെങ്കിലും ഉണ്ടാക്കുവോ? എല്ലാം ഉണ്ടാക്കും. ഓക്കെ, അല്ലാതെ അമീറത്ത് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു 2 വിഭവം പറയാം. വാവ്, എനിക്ക് പറയാറില്ല, അതാ ഞാൻ പിടിക. പുലാവോ? അല്ല ഞമ്മക്കൊക്കെ ഞാനൊക്കെ തിന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ എന്തെങ്കിലും വല്ല വേറെ എന്തെങ്കിലുമൊക്കെ സാധാരണ നാട്ടുകാർ തിന്നണ എന്തെങ്കിലും? ഞാൻ അങ്ങനെയല്ല ചോദിച്ചേ, ഈ അറബി ഡിഷ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ അറിയോ? അവിയല്, സാമ്പാർ. അതൊന്നും ഉണ്ടാക്കാറില്ല. അപ്പൊ നോർമലി നിങ്ങൾ രാവിലെ എണീറ്റിട്ട് രാവിലെ എന്താ തിന്നാണ്ടാവുക? രാവിലെ തിന്നാൻ എന്താ ഉണ്ടാവുക? ഈ മക്കലൂതോ? ഓണത്തിനല്ല, രാവിലെ എത്താ തിന്നാണ്ടാവുക നിങ്ങളെ വീട്ടില്? അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാ? ഞാൻ വെച്ച് മക്കലൂബ എന്താ സാധനം എന്ന് വെച്ച് ഞാൻ. ഓക്കെ, അത് പോട്ടെ. അടുത്തത്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളത്? അപ്പോൾ ഒഫീഷ്യലായിട്ടാണ് 7 മാസമായിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ മുന്നത്തെ ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ നോക്കിയപ്പം അതിലൊക്കെ നിങ്ങളെ ലവ് സ്റ്റോറി ഇങ്ങനെ കിടന്ന് ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അങ്ങോട്ട് പറയാം, അത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് കേട്ട് അടക്കട്ടെ. ആദ്യം നിങ്ങൾ കണ്ടു, സത്യമല്ലേ? ആദ്യം നിങ്ങൾ കണ്ടു, പിന്നെ താടി ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ വരുന്നു, പിന്നെ മെസ്സേജ് ചെയ്യുന്നു, പിന്നെ താൽ കിച്ചണിൽ ഉണ്ടോടോ എന്നൊരു മെസ്സേജ് അയക്കുന്നു, അങ്ങോട്ട് ഭയങ്കര, പിന്നെ ആ ചാറ്റ് ഇങ്ങനെ ഒഴുകി ഇപ്പം ഇതുവരെ എത്തി. എനിക്കിതല്ല അറിയേണ്ടത്, എനിക്കതിൻ്റെ ഉള്ളിലുള്ള ആ മറ്റേ കുൽസിത പ്രവർത്തനങ്ങളാണ് എനിക്കറിയേണ്ടത്. അതല്ല, ആ സാധനമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, ടെൻഷൻ ആവാം, എന്ത് കഴിക്കാം. അതായത് ഇപ്പം ബേസ്ഡ് ഓൺ പണ്ടത്തെ കാര്യമാണേ, ഇത്രയും ദൂരത്തേക്ക് കല്യാണം കഴിക്കുന്നു. ദൂരല്ലേ? മലപ്പുറം, കൊച്ചി. ഞാൻ പണ്ടത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത്ര ഇവിടെ തന്നെയാണോ നിങ്ങള്? വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. പ്ലസ് 2 ബോർഡിംഗ് സ്കൂളായിരുന്നു, പിന്നെ കോളേജ് കോട്ടയത്തായിരുന്നു, വർക്കിംഗ് കൊച്ചിയിലായിരുന്നു. പറന്ന് നടക്കുന്ന ഒരു പക്ഷിയായിരുന്നു. ഓക്കെ, എന്തിനാവട്ടെ. അപ്പം ആ ഒരു ഫീലിങ്സ് ഉണ്ടോ? അപ്പോൾ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. ലാസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോണത് എന്നുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ. പിന്നെ റൊമാൻസ് വരുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ റൊമാൻറ്റിക് ആ ഒരു ഫേസ് കഴിഞ്ഞോ? റൊമാൻറ്റിക് ഫേസ് അല്ലേ? അതൊന്ന് എങ്ങനെയായിരുന്നു റൊമാൻറ്റിക് മീൻസ്? നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ട്, ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ? ആ മുഖത്തേക്ക് നോക്കിയാണീ ഇങ്ങനല്ല, ആ സമയത്തുള്ളേ
ആ സമയത്ത് ഇങ്ങനെ ആ ഒരു അത് വർക്കായല്ലോ. അപ്പൊ പിന്നെ നിങ്ങള് ആ ഫീലിങ്സും ആ ഒരു ടെൻഷനും ഇന്ന ആളാണ് അങ്ങനത്തെ കുറച്ച് ജഗപക സംഭവങ്ങളോടെ കടന്നു വന്നില്ലേ. എനിക്ക് ആ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് വന്നത്. ആ വേണോ ബ്രേക്കപ്പോ എപ്പോഴെങ്കിലും ഇട്ട് പോകാൻ തോന്നിയിട്ടുണ്ടോ ചില നേരത്ത്? അങ്ങനെ അല്ല, ആദ്യമൊന്നും തനി സ്വഭാവം കാണിച്ചില്ല. ആദ്യമൊന്നും ശരിക്കും തനി സ്വഭാവം കാണിച്ചില്ല. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുമ്പോ നിങ്ങളിവിടെ പറഞ്ഞാണി ഉള്ള സത്യം പറഞ്ഞാണി ഇടല്ലേ പറഞ്ഞോളി, സത്യം പറഞ്ഞോളി ഫുൾ ടൈം. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്, ഓക്കെ ഇതെനിക്ക് മതി എന്ന് ലാസ്റ്റ് ആ ഒരു മൊമെന്റിൽ എത്തൂലേ. ആ ഒരു സമയത്തേക്കുള്ള എന്തെങ്കിലും ഇപ്പൊ വീട്ടുകാരെന്തെങ്കിലും പറയാം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്താ പറഞ്ഞിരിക്കണ അവരൊക്കെ? നിങ്ങളല്ലേ കല്യാണം വേണ്ടിക്കാന്നൊക്കെ പറഞ്ഞു നടന്നീന്, അവസാനം ഇതുകൊണ്ട് ഫിക്സ് ചെയ്ത്. ഓക്കെ അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ആദ്യം ഷാരിക മ്യൂസിക്കിലേക്ക് വന്ന്, അത് കഴിഞ്ഞ് മറ്റേ 3 Idiots മീഡിയയിലേക്ക് വന്ന്, അത് കഴിഞ്ഞ് ഓരോരോ വീഡിയോസ് ആ മറ്റേ 3 Idiots മീഡിയയിലാണ് കൂടുതൽ റീൽസ് നല്ല അടിപൊളിയായത്. കലിപ്പൻ, കാന്താരി, അതൊക്കെ പാലിക്കുമ്പോൾ എന്തെങ്കിലും ചേപ്രക്കേട് തോന്നുന്നുണ്ടോ? ചേപ്രക്കേട് വെച്ചാൽ അങ്ങനെ ആ ഒരു സാധനം തോന്നുന്നുണ്ടോ? അമ്മേ എന്തൊക്കെ ചിരിക്കണേ. കലിപ്പത്തി എനിക്കങ്ങനെ തോന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇന്ന് നല്ല രസമുണ്ട് കാണാൻ. ഇന്ന് നല്ല രസമല്ലേ? ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ജേണിനെ കുറിച്ചിട്ടാണ് ചോദിക്കാൻ വേണ്ടി വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേണിയാണെന്ന് അറിയാം. അപ്പോൾ ആദ്യം മ്യൂസിക്കലി, പിന്നെ 3 Idiots മീഡിയ, പിന്നെ അവിടുന്ന് ഇൻസ്റ്റ, യൂട്യൂബ്, ഇപ്പം നമ്മുടെ സൂപ്പർ സിന്ദഗിയിലൂടെ ആ ബിഗ് സ്ക്രീനും കൂടെ എത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു തിരക്ക് നിറഞ്ഞിട്ടുള്ള ആ ഒരു ജേണി, ആ ഒരു സ്ട്രഗിൾ നിറഞ്ഞ ജേണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എത്താണ് ഞാൻ എന്ത് പറഞ്ഞാലും മാറ്റി പറയുന്നത്. സ്ട്രഗിളിംഗ് ഉണ്ട്. അതൊരു ടൈമിൽ ഈ പറഞ്ഞ പോലെ 3 Idiots മീഡിയ കഴിഞ്ഞ് പടം ചെയ്യണം എന്നുള്ളൊരു സമയത്ത് ആദ്യത്തെ പടം കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണയായി. പിന്നെ ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു. കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും ചെയ്യാറില്ലായിരുന്നു. ആ സമയത്ത് പണ്ട് ചെയ്ത ടിക്ടോക്ക് വീഡിയോസ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന വെച്ചൊക്കെ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവം അതായിരുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഹെവി ലെവലിൽ എത്തായിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടും. അപ്പൊ ഞാനിതൊക്കെ കുറച്ച് ലേസിയാണ്. അപ്പൊ ഞാനത് അങ്ങനെ നിന്നു. പിന്നെ പടം മാത്രം നോക്കാന്നുള്ള മൂഡിലായിരുന്നു. അപ്പങ്കത്തെ പണി വെറുതെ ഇരിക്കാൻ വീട്ടില് അപ്പങ്കത്തും ചെയ്തൂടെ? കൊറോണന്റെ സമയത്തോ? എക്സാ പറഞ്ഞട്ടെ അല്ല, ഈ കഥകൾ എവിടെയും പറഞ്ഞില്ലല്ലോ. എന്താ അപ്പൊ കൊറോണ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അയിമ പിടിച്ചു തൂങ്ങോ. എനിക്ക് വർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കിന് ഇപ്പൊ ഞാൻ ഈ ഒരു കുറച്ച് നാളായിട്ടുള്ള വീണ്ടും ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആയിട്ട് ഒരു ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്തൂടെ, നമുക്ക് എന്തായാലും ഒരു സ്കില്ല് പുറത്തിടാം, പോലെ തന്നെ ഒരു എൻഗേജ്മെന്റ് ആവുമല്ലോ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നല്. അപ്പൊ ഷാരിക്ക് പറഞ്ഞു ഞാനൊരു ആക്ടറാണ്, ഞാനിതൊന്നും ചെയ്യില്ല. സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ചിലപ്പോ ആ സമയത്ത് റീൽസ് ഓളി അല്ലെങ്കിൽ ടിക്ടോക്ക് ഓളി എന്നൊക്കെ പറഞ്ഞ ഈ സിനിമാക്കാർക്കൊന്നും അവരെ കണ്ടുകൂടായിരുന്നു ഒരു കാലഘട്ടം. പക്ഷെ ഇപ്പോ നോക്കുമ്പോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആണ് സിനിമയിലുള്ളത്. സിനിമ ഈ റീൽസ് ചെയ്യണവരെയും അതില് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്നവരെ തന്നെയാണ് ഇപ്പൊ സിനിമയിലോട്ട് വിളിക്കുന്നത്. അവരെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ ആലോചിച്ചപ്പോ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, ഞാൻ ഇതിനെ മാറി നിൽക്കുന്ന ആവശ്യം.
ഇപ്പൊ ചെയ്ത് തുടങ്ങി, അത് കാരണം വീണ്ടും ചെയ്തു. ഇപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ചെയ്ത് ഇത്ത മാത്രമേ വീഡിയോയിലുള്ളൂ. ഒരു പ്രൊമോഷന്റെ വീഡിയോ ഞാനെടുത്ത് കണ്ടിട്ട് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തക്ക് ഭയങ്കര മടിയാണ് വീഡിയോ ഒക്കെ വരാന്. ഇപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ ഷോസ് വലിച്ചുവിടാതെ സമയം പോലെ ഭയങ്കര ഓഫീസ് വർക്കിലും കുറച്ച് ഹെവി പ്രൊജക്ട് ആണ്. അപ്പൊ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യണം. ആ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊള്ളാം, ടൈം ലൈൻ മൊത്തത്തിൽ തെറ്റും. എനിക്ക് ഈ പറഞ്ഞ എനിക്കിത് ഷൂട്ട് ചെയ്യണം. ചിലപ്പോ എനിക്കിത് ആഴ്ചയിൽ 2-3 വീഡിയോ ഇടണം എന്നുള്ള തീരുമാനത്തിലായിരിക്കും. അപ്പൊ ഇവള് ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കപ്പിൾ വീഡിയോസ് ആണ്. എനിക്ക് കൂടുതൽ റീച്ച് ഉള്ളതും കപ്പിൾ വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ ഇവളെ സംസാരിക്കാൻ ഇവള് വരില്ല, ഇവൾക്ക് ഇടക്ക് വർക്കിലായിരിക്കും, അല്ലെങ്കിൽ വരും. വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇതൊന്ന് ഷൂട്ടിങ് ചെയ്യും. അപ്പൊ ഇവള് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഇതായി. അപ്പൊ ഇവള് ഇത് മതി എനിക്ക് വയ്യ, പിന്നെ മൂടവാറ് മതി പാവം കളിപ്പൻ. ഓ നമ്മളാ ഇതിൽ കാണിക്കുമ്പോ നിക്കടെ എവിടെ ഓക്കെ. അപ്പം പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ കലിപ്പന്റെ കാന്താരി വീഡിയോസ്? കുറച്ചൊക്കെ അമർ ആ സീരീസ് കണ്ടു. അപ്പം ഞാൻ 2 വീഡിയോ കാണിച്ചുതരാം. അപ്പം അത് കണ്ടിട്ട് ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എന്താണ് പറയാനുള്ളത്? എന്താണ് നീ പറഞ്ഞേ? എന്തും കണ്ടോ? അതെ പറഞ്ഞോളൂ, എന്താണ് ഹീറോയിസം? ആ ഹീറോയിസം ഇവിടെ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ ഇത് കണ്ടിട്ട് പറയാനുള്ളത്? PTM മീറ്റിങ്ങിന് വന്നിരിക്കണോ? അതിന് 5 വർഷം മുമ്പ് ചെയ്ത വീഡിയോ അല്ലേ? 5 വർഷം മുമ്പ് നമ്മുടെ ഫോണിലെടുത്ത് വെച്ച നമ്മുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിതൊന്നും ചെയ്തില്ല, ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ ആ സമയത്ത് അടുത്തൊരു വീഡിയോ നല്ല റീച്ചും കിട്ടി. ഞാൻ സന്തോഷത്തോടെ ചെയ്ത വീഡിയോസ് ആണ്. എനിക്ക് ഇപ്പോഴും അതിലൊരു വിഷമമില്ല. ഹിമ്മി ഞാൻ അതിന് വിഷമമുണ്ട് ചോദിച്ചില്ലല്ലോ. ചോദ്യം ഇത് കാണുമ്പം ഇത്തന്നെ ഫസ്റ്റ് റിയാക്ഷൻ എന്താ? അത് എന്തെങ്കിലും ഒന്ന് ഓ മൈ ഡാർലിംഗ് അതില്ല, വേറെ ഒന്നുമില്ല. ഞാൻ അതിനെക്കാട്ടി വലിയ ക്രിഞ്ച്. ഓക്കെ ആര് ഞാനോ? എത്ര 1 2 3 കടന്നു വരൂ. ഇതാ അടുത്തത്. കുഴപ്പമൊന്നുമില്ല, വേണേച്ചാ കുഴപ്പമില്ല. ഞാൻ പെൺകുട്ടികൾക്ക് കൈ കൊടുക്കാറില്ല. എന്റെ പേര് പഠിച്ച മറ്റേ ഇവിടെ എന്താ അതിന്റെ പേര്, മറ്റേ അയാളുടെ പേരെന്താണ്? PC തോമസ്. PC തോമസിന്റെ അടുത്ത് PC തോമസിന്റെ അടുത്തല്ല നീ പഠിച്ചത്? വിമലഗിരി എന്നല്ല, അത് അവൻ പഠിച്ചപ്പോഴാണ്, പഠിച്ചപ്പോഴാണ് അങ്ങനെ.
വിമലഗിരിയിൽ ഞാനും ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഓക്കെ. എന്തായി അവിടെയാണ് എൻട്രൻസ് പഠിച്ചത്? എൻട്രൻസ് അല്ല പ്ലസ് 1 പ്ലസ് 2 എൻട്രൻസ് കൂടെ മിക്സ് സ്കൂളിൽ ചെയ്തത്. വരും, 10th വരെ. എന്താ സെന്റ് മേരീസ് ഫാത്തിമ കേട്ടാ? ഞാൻ കേട്ട് അഭിനയം ഇത് ലൈഫ് കം ഓൺ. അപ്പൊ എങ്ങനെയുണ്ട് ആ വീഡിയോസ് ഒക്കെ? കൊള്ളാവോ? എനിക്ക് ആ കലിപ്പന്റെ കാന്താരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിക്കടേ അവിടെ പോലടി ചാടലടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് കേൾക്കണ്ട. നമ്മള് കൽപ്പറ്റ കണ്ടത് എനിക്ക് അതാ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിൽക്കരുത് ഓടുന്നത് ചാടുന്ന നല്ല രസമല്ലേ, എനിക്കതാ ഇഷ്ടം. ആ ഓക്കെ. പിന്നെ നിങ്ങളൊരു വീഡിയോ ഞാൻ കുറേ തപ്പി നടന്നിനി, പക്ഷെ കിട്ടിയില്ല. ജിമ്മിൽ പോകുമ്പം ഒരു പ്രണയം മീൻസ് ആ ഒരു റിലേഷൻഷിപ്പ്, ജിമ്മിൽ പോകുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് കുറേ ഞാൻ നോക്കി ആ ഒരു വീഡിയോ. നിങ്ങൾ പല ഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളിങ്ങനെ പറയുന്നത് ജിമ്മിൽ പോകുമ്പോൾ ആ ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഈ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആ വീഡിയോ ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നേ ഇല്ല. ഞാൻ കുറേ നോക്കി, ഇനിയിപ്പോൾ എൻ്റെ ടെൻഷൻ കൊണ്ടാണോ എനിക്കറിയില്ല. എനിക്ക് അത് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാ. അപ്പം ആ സാധനം ഇല്ലേ, ഏത് ആ വീഡിയോ ഞാൻ കണ്ടപ്പം ന്യൂ ജെൻ അപ്ഡേഷൻ ഭയങ്കരമാണ്. ശരിക്കും അത് ആരെ തലേന്നാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്? എന്തോ ഒരു ഷിപ്പ് ഇട്ടത്, ഒരു മൈസെൽഫ് ഷിപ്പോ കുറേ ഷിപ്പിന്റെ കഥ പറയല്ലോ. അപ്പൊ അത് ശരിക്കും ആരെ തലേന്നുണ്ടായതാ? ഞാൻ കല്യാണം കഴിച്ചില്ല. ഞാനൊരു കുലസ്ത്രീയാണ്. വയസ്സോ 34. അല്ല എനിക്ക് അങ്ങനെ ഞാനൊരു കുലസ്ത്രീയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ? വേണ്ട നിങ്ങൾ എന്തൊക്കെയാ വേണ്ട. അപ്പല്ലേ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ശരിക്കും കാണിച്ചു തന്നിട്ട് തുടങ്ങാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നേ. പക്ഷെ ആ വീഡിയോ എവിടെ? അമ്മച്ചളെ അയിമ പിടിച്ച് കയറല്ലേ. പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന ആ പരിപാടി. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പിടിക്കാം. പിന്നെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ രാവിലെ നമ്മൾ ചായ കൊടുക്കുന്നു. പിന്നെ കാല് വേണമെങ്കിൽ തൊടാം, വൃത്തിയുള്ളതാണേ. വൃത്തിയുള്ള കാല് വേണമെങ്കിൽ നമുക്ക് തൊടാം. പിന്നെ എന്താ ചോറ് വാരി കൊടുക്കാം. അങ്ങനെ എപ്പോഴൊന്നും ഞാൻ ചെയ്യില്ല. അപ്പം പറഞ്ഞു വെച്ചാൽ സംഭവം വിട്ടുപോകണം. ആ വീഡിയോ ഞാൻ കുറേ തപ്പിട്ടേക്ക് കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. സത്യമാണല്ലോ കുറേ ഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇത് നമ്മൾ ഗെയിം പോലെ കളിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ള അതൊക്കെ ഇത് നിങ്ങൾ ശരിക്കും കണ്ടുപിടിച്ച് കൊണ്ടുവരാനുള്ള അതിനാണല്ലേ? എവിടുന്നാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരണേ? ഇന്റർനാഷണൽ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് അമേരിക്കയൊക്കെ വിളിച്ചു വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതൊന്നും അറിയണില്ല. ഓക്കെ അപ്പം ഞാൻ ചോദിക്കാൻ പോവാണേ. ഈ ഗെയിമിൽ അറിയില്ല എന്നുള്ളൊരു സംഭവം ഇല്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാളൊക്കെ പറയാം. എന്ന് വെച്ചാൽ അതൊന്നും മറന്ന് മാറ്റി കൊടുത്താണ്. അതന്നെ മനസ്സിലായില്ലേ? ആ സംഭവം. അപ്പം നിങ്ങൾ അതിൽ ഫോൺ ഫ്രണ്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ തോന്നിക്കണെങ്കിൽ ചൂസ് ചെയ്യാം. ഉണ്ണിലാലുവിനെ വിളിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വർഷനെ വിളിക്കാം, സ്വാതി, ശീതൾ, ആരെ വേണമെങ്കിലും നിങ്ങൾ വിളിക്കാം. പക്ഷെ സംഭവം കറക്റ്റ് കിട്ടണം. പിന്നെ നിങ്ങൾ തമ്മിൽ ഒത്തുകളിയാവാൻ പാടില്ല. നിങ്ങൾ ഭയങ്കര കട്ടയ്ക്ക് ആ സാധനം കിട്ടണം. മലപ്പുറം ആ ഒരു നമ്മൾ അറിയാലോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ് ഇനിയിപ്പോൾ ആ വേർഡിൻ്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അറിയോ, ഒരു ട്രിക്കാട്ടോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അറിയാം? ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ പറയണേ. അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതൊന്ന് താത്തിയും പൊന്തിച്ചും ഒക്കെ. അതായത് വേർഡ് ഈ സാധനം ഞാൻ പറയുന്നൊരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലിരിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി ആ വേർഡ് ഒന്ന് താത്തിയും പൊന്തിച്ചും ഒന്ന് കട്ട് ചെയ്തൊന്ന് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, സാധനം കിട്ടും. ഓക്കെ? സിറ്റുവേഷൻഷിപ്പ് എന്താണ്? അറിയില്ല.
ആ ഒരു സിറ്റുവേഷൻ അതാണ് പ്രൊസീഡ് ചെയ്യണം. ഓക്കെ. ഡെലൂഷൻഷിപ്പ്? ഞാൻ ഇന്നലെ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ ചിന്തകളിൽ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണെന്നുള്ള സാധനം ഇപ്പൊ ലൈക്ക് ചെയ്യുമ്പോ നല്ല സെറ്റ് ആയാലോ പക്ഷേ പക്ഷെ പറഞ്ഞിട്ടില്ല, റിയാലിറ്റിയിലൊന്നുമില്ല. എങ്ങനെ കിട്ടി കുട്ടിയെ? കറക്റ്റ്. ഞാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലെന്ന്. ആ ഓക്കെ. അടുത്തത് FWB? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. പബ്ലിക്ലി പറയുമ്പോ ഞാൻ കുലസ്ത്രീയാണ്. ജീവിതത്തിൽ ഞാൻ FWB. ഓക്കെ. അടുത്തത് അമ്മച്ചളെ അങ്ങനെ ഒന്നും കേട്ടോ. അടുത്തത് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്. അതായത് ഫ്രണ്ട്സ് ആണ്, വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും ചെയ്യാം. പിടിക്കലും തൊടലും അങ്ങനത്തൊക്കെ അത്രയൊക്കെ തന്നെ തങ്ങളെ എന്നോട് ഞാൻ ചോദിക്കല്ലോ. അടുത്ത എന്തോ അല്ലേ, നമുക്ക് ഫ്രണ്ട്സ് ആണ്, വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും ചെയ്യാം. രാമായണം. അതായത് നമ്മൾ ഫ്രണ്ട്സ് ആണ്, നമുക്ക് വേണ്ടതൊക്കെ ചെയ്യും ചെയ്യാം. അങ്ങനെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് മറ്റേ വേണ്ടൊക്കെ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? എന്താ ഇത്താ? ഓക്കെ. അടുത്ത് ബ്രെഡ് ക്രംബിങ്. അല്ലല്ല, എന്താ എന്താ നിങ്ങൾക്ക് തോന്നണേ? ബ്രെഡ് ക്രംബിങ്. എന്നാലും എന്ത് ആ ഒന്ന് സാധനമൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു നോക്കി. കിട്ടും കിട്ടും. നിങ്ങളപ്പോൾ ഒരു ബുദ്ധിസ്റ്റിനെ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൂസ് അല്ല, ബുദ്ധിസ്റ്റ്. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ കറക്റ്റ് പറഞ്ഞാണ്. ഞാൻ അല്ല ഉത്തരൊക്കെ അറിയാം. വല വീശ് എന്നൊക്കെ പറഞ്ഞ എന്താ? അല്ല അല്ല അറിയോ അറിയോ? അറിയില്ല? ആരെയും വിളിച്ചോളി എന്നാല്. ഉറപ്പില്ലല്ലോ, പറയട്ടെ. അറിയില്ല എന്ന് പറഞ്ഞാൽ ഉത്തരം ഉണ്ടല്ലോ ഇതില്. അറിയില്ല എന്ന് പറയാൻ പറ്റൂല. ഇത്തവണ മാത്രം ഞാൻ പറഞ്ഞേ ലാസ്റ്റ്. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻ ആണ്. ഒരാൾ വല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അതിൽ, ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം പോലും ഉണ്ടാവില്ല. പഠിച്ചോനായോനെ, കുലസ്ത്രീ അങ്ങനെയാണോ? അങ്ങനെയല്ല. അടുത്തത് ഗോസ്റ്റിംഗ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാലേ. പക്ഷെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒന്ന് ഇതാക്കണ്ടേനെ. അടുത്തത് അമ്മച്ചളെ അങ്ങനെ ചോദിക്കല്ലേ, ഇത് ഇന്റർവ്യൂ ആണ്. അയ്യോ ഇല്ല, ഞാൻ ഞാനൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടില്ല. ഗോസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ ചെയ്ത് കൂട്ടും. ഓക്കെ. എന്താ കറക്റ്റ് അല്ലേ മനോട്ടാ? കറക്റ്റ്. മനോട്ടർ അറിയാം. അങ്ങനെ മനുവേട്ടന് എല്ലാം അറിയാം. എൻ്റെ എല്ലാ നീക്കുപോക്കുകളും കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് മനുവേട്ടനാണ്. അത് മനോട്ടാ. അടുത്തത് ഓർബിറ്റിംഗ്. ആണോ? അങ്ങനെയല്ല, ഓർബിറ്റിംഗ് ആ വാക്കിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണോ ജിർജിൽ? ആണോ? ഓർബിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇങ്ങനെ കറക്കിക്ക് നമ്മളെ കടത്തിയിട്ട്, നമ്മളെ കടത്തി ഇങ്ങനെ കറക്കി വല്ലാണ്ട് അങ്ങോട്ട്. അങ്ങനത്തെ ജാതികളുണ്ട് കുറച്ച്. ഉണ്ടായിക്കണോ? ഉണ്ട് ഓർബിറ്റിംഗ്. ഓക്കെ. അടുത്തത് പഠിച്ചോനായോനെ. ഓക്കെ. അടുത്തത് കഫിങ്. അങ്ങനൊക്കെ ഒരു സംഭവമാണ് എന്ന് ഞാൻ പറയാം. അതായത് പുറത്തുപോയി നല്ല തണുപ്പ്, അപ്പം നമുക്കൊന്ന് പ്രണയിക്കാം എന്നൊരു തോന്നൽ എനിക്ക് വരലുണ്ട് ഇടയ്ക്കൊക്കെ. അങ്ങനെ ഞങ്ങളെ ഓഫീസിൽ ജില്ലുണ്ട്, അതിന് എപ്പോഴും അങ്ങനെ തോന്നലുണ്ട്. അത് പുറത്തിപ്പോൾ നല്ല ഭയങ്കര തണുപ്പ്. അപ്പം ഞാൻ ഓക്കെ എന്നൊന്ന് പ്രണയിച്ചേക്കാം.
ഒരാളെ ഇഷ്ടപ്പെടുക, കുറച്ച് കാലത്തേക്ക് ആ കെട്ടിപ്പിടിച്ച് കിടക്കാനും മീൻസ് അങ്ങനെ കിടക്കാനല്ല, അങ്ങനെ ഇല്ല. അതായത് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് നമുക്ക് ഒരാളെ പ്രണയിക്കാൻ തോന്നുക, അങ്ങനത്തെ. ചിലപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ പോകുമ്പം നമ്മൾ ആ പ്രണയം വിടും ചെയ്യും. അങ്ങനെ ഒരു അങ്ങനെ കുപ്പായ മാറ്റണാരി ആ സെയിം സാധനം. അങ്ങനെയാണ് കഫിങ്. അടുത്തത് ഡേറ്റിംഗ്. നമുക്ക് അറിയുന്നതാണ്. സോഫ്റ്റ് ലോഞ്ച്. ലോഞ്ച് സോഫ്റ്റ് ലോഞ്ച് സോഫ്റ്റ് ലോഞ്ച്. എന്താ ആ വാക്കിലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഞാൻ ഇങ്ങനെ ഗതിയിടണേ. സോഫ്റ്റ് അങ്ങനെയാണോ? അല്ലല്ല, അങ്ങനെയല്ല. സോഫ്റ്റ് ലോഞ്ച്. അമ്മേ, ഞാൻ ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ ഞാനൊന്നും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ എത്ര. സോഫ്റ്റ് ലോഞ്ച് എന്താ? സോഫ്റ്റ് ലോഞ്ച് നിങ്ങൾ പറഞ്ഞാണ് എത്രയാണ്? ഓക്കെ, പബ്ലിക്കായിട്ട് കുറച്ച് ഹിൻസൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ പ്രണയത്തിലാണ് എന്നൊക്കെയുള്ള രീതിക്ക് വേണമെങ്കിൽ അയാൾ, പക്ഷെ കാണുന്ന ആൾക്കാരെ അങ്ങോട്ട് കൺഫ്യൂഷൻ അടുപ്പിക്കും, ഇവള് പ്രണയത്തിലാണോ. ഒരു പെൺകുട്ടി സ്റ്റാറ്റസ് ഇടുന്നു, ഭയങ്കര റൂഡായിട്ടുള്ള സ്വഭാവമാണ്. പക്ഷേ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സംഭവം ഇടുന്നു, അല്ലെങ്കിൽ ചെക്കൻ്റെ തലമുടിൻ്റെ പകുതി ഭാഗം, അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ട് കൊടുക്കും. പബ്ലിക്കിൽ ചെറിയ ഹിൻസ് എടുക്കും. ചിലപ്പോൾ മേ ബി അവരിഷ്ടത്തിലായിരിക്കാം, ചിലപ്പോൾ ആവൂല. അങ്ങനെ ഒരു സംഭവം മനസ്സിലായിക്കണോ? മനസ്സിലായില്ല പഠിച്ചോനായനെ. അതായത് ആണീ അതങ്ങനെയാ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, അടുത്തത് റോച്ചിങ്. ഒരു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയും പറയാം. അങ്ങനെയല്ല, ഇത് ട്രെൻഡാണ്. വിഹിതമൊക്കെ പണ്ട്, ഇത് ട്രെൻഡിങ് ആണ്. അതായത് നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവും ഓൾറെഡി. പക്ഷെ നമ്മൾ മൾട്ടിപ്പിളായിട്ട് വേറെ കുറച്ച് ആളുകളെ കൊണ്ട് നടക്കുക തെറ്റാണ്. പക്ഷെ റോച്ചിങ്ങിൻ്റെ എക്സാക്റ്റ് ഇതങ്ങനെയാണ് കേട്ടോ. അടുത്ത സമ്മറൈനിങ്. മുങ്ങേ എന്നാലും അതിനൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് പറയോ? സമ്മറൈനിങ് എത്താണ് നിങ്ങളൊന്നും പറയാത്ത? എല്ലാത്തിനും ആൻസർ ഞാൻ തന്നെ പറഞ്ഞേ. സമ്മറൈനിങ്. നിങ്ങൾ ഇവിടെ ഇല്ലേ? അയ്യോ, അങ്ങനെയല്ല, ഞങ്ങളെ മലപ്പുറക്കാർ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയല്ല, പറഞ്ഞെന്താ അറിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതൊരു ഷിപ്പ് പോലെയാണ്. ഇടയ്ക്ക് അയാളായിട്ട് നല്ലൊരു പ്രസൻസ്, മീൻസ് അയാളൊരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് അയാളങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രസൻസ് ആയിട്ട് നമ്മുടെ അടുത്തുണ്ടാവും. പക്ഷെ പെട്ടെന്ന് അയാൾ മുങ്ങും. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള ഇത് അയാളുടെ അടുത്ത് ഫീൽ ചെയ്യില്ല. അയാൾ ഒന്നും അറിയാത്ത മാതിരി പണ്ടത്തെ കാര്യം ഒന്ന് സംസാരിക്കും. അങ്ങനത്തെ ഒരു സംഭവം. മനസ്സിലായോ? ആരോട്? ഫ്രണ്ട്സായിട്ടോ? അങ്ങനത്തെ അല്ലേ നിങ്ങളെ? ഇത് പ്രണയത്തിന്റെ സാധനാ. അങ്ങനെയല്ല. അടുത്തത് ടെക്സ്റ്റ് റിലേഷൻഷിപ്പ്. ഉമ്മേ ചാറ്റ് ചെയ്യുമ്പോൾ മാത്രം അയാള് അങ്ങനെ എന്താണ്? ഞാൻ അതൊക്കെ കേൾക്കണേ, അതാ ഞാൻ ചോദിച്ചേ. ഓക്കെ, അപ്പോൾ പരിപാടി ഇവിടെ കഴിഞ്ഞേ. ഇത് കഴിഞ്ഞിട്ടില്ല, ഈ പരിപാടി ഇവിടെ കഴിഞ്ഞ്. അടുത്തത് ഇനി പഠിച്ചോനെ ചോദിച്ചെങ്കിൽ താട്ടി വിട്ടും കൊല്ലും. എന്നാൽ ഞാൻ ചോദിക്കുകയാണേ. ഇപ്പം പണ്ട് കാരണവന്മാരുടെ ഒരു ചിന്തയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ആരെ കുട്ടി കല്യാണം കഴിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പറയാം? ഞാൻ കല്യാണം കഴിക്കണേ ഇന്ന ആളാണ്, വക്കീലാണ്, ഡോക്ടറാണ്, അങ്ങനെയൊക്കെ പറയും നമ്മൾ. പക്ഷേ ഒരു ഇൻഫ്ലുവൻസറിനെയാണ് കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ കണ്ട വൈപ്പായിപ്പിക്കും. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയുള്ള ടീംസാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുകയാണ്, എന്തും വാങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റിയൊക്കെ ചേച്ചി കിട്ടി. അങ്ങനെയല്ല, അതായത് അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ള ആ ഒരു സാധനം മേടിക്കാനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കല്യാണം കഴിക്കണോ അങ്ങനെ ഒരു ഇത് വന്നു, വേണമെന്നില്ല. അപ്പോഴാണ് ശാരീരികമായിട്ട് ഇങ്ങനെ മന്ദമായി നടന്നു വരുന്നത്. അപ്പോൾ അത് സെറ്റാവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിനെ ലൈഫിലേക്ക് കൂട്ടിയതിന് ശേഷം എന്നും രാവിലെ കണ്ടന്റ് ഉണ്ടാക്കുക, പ്രതിഭാസം, അങ്ങനത്തെ ഒരു ജഗ രാവിലെ ഉണ്ടാവാറുണ്ടോ? പ്രതിഭാസം മനസ്സിലായില്ല? കല്യാണം കഴിഞ്ഞ് ഏതൊരാൾക്കും ലൈഫ് ഭയങ്കര ബിസിയാവും. സ്വാഭാവികമായിട്ടും ബിസിയാവും, ഭയങ്കരമായിട്ട് ബിസിയാവും അല്ലേ?
താൻ റിലേഷൻഷിപ്പിലല്ലേ? അല്ല അയ്യോ അങ്ങനെ പറയില്ലേ, വായിച്ചാളി അയ്യോ അങ്ങനെ ഈ ഷിപ്പ് ആ പിന്നെ ദൈവങ്ങളെ ഏർക്കണി അയസ് എന്ന് കൂട്ടോ ദൈവമേ. അപ്പൊ ലൈഫ് കുറച്ച് ബിസി ആവും. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റിനെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വർക്ക് എന്ന് പറയണെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്, എന്റെ കരിയർ വൈസ് വർക്ക്. അപ്പൊ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ചിലത് ഭയങ്കര സീൻ സാധനങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ച് ഞാൻ പ്രാന്ത് പിടിച്ച് വീട്ടിൽ വരുമ്പോ കോണ്ടന്റ് എടുക്കണം എന്ന് പറയും. കൊച്ചി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോണ്ടന്റ് ഉണ്ടാക്കല് തുടങ്ങിയതല്ലേ, സപ്പോർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ പാകപ്പെടുത്തി ഇരുത്തും. പക്ഷെ ഒരേ സാധനം മൂന്നാമത്തെ ടേക്കിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരുമോ? അപ്പൊ എന്താ ചെയ്യങ്ങള്? മതി നിർത്താൻ. വേറെ അടിപിടി നായിട്ടൊന്നുമില്ല. ഹസ്ബൻഡും വൈഫൊക്കെ അടി കൂടുന്നുണ്ടല്ലോ, അതൊരു ഫേസ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അടി കൂടത്തൊന്നുമില്ല. ഏകദേശം മനസ്സിലാവുമല്ലോ ഒരാളെ. നമുക്ക് പറയും ആ ചെയ്തത് ശരിയായില്ല, താനീ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ആദ്യം വിഷമായി, ഇത്രേ പറയുള്ളൂ. പിന്നെ കുറച്ചേരം മിണ്ടാണ്ട് പഴയ പോലെ. എപ്പോഴാണ് മിണ്ട് കണ്ട് തെറ്റിയിട്ട് എത്തി വേണ്ടി വരുമോ കൊടുക്കാൻ? അത് ഞാൻ ഉദ്ദേശിച്ച ഐസ്ക്രീം അങ്ങനത്തെ കേട്ടോ, വേറെ ഒന്നുമല്ല. നിങ്ങളാണോ മിണ്ടാണ്ട് കുത്തിരിക്കണേ? അതല്ല, നിങ്ങൾക്കാണോ ഓർഡർ ചെയ്യണേ? അല്ല, എന്റെ ഭാഗത്താ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇവളുടെ ഭാഗത്ത് വേണ്ടായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു റീല് ഇറങ്ങിയല്ലോ, നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ട് അവിടെ ഒക്കെ പോയി കുത്തിരിക്കും, ഓരോരോ ബാൽക്കണീൻ്റെ അവിടെ പോയി ബാത്റൂം. അപ്പം നിങ്ങൾ വന്ന് പറയും, അയ്യോ ഇവള് ഇത്രയൊക്കെ ഞാൻ ചീത്ത കേട്ടിട്ട് ഇവള് ബാത്റൂം കഴുകുന്നു, കണ്ടിക്കണാ? നിങ്ങൾ തന്നെ ചെയ്തേ, അതിനെ ചെയ്. അപ്പൊ എന്നിട്ട് ബ്രഷൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുകും, വേണ്ടാത്തപ്പോ കൊണ്ടേ കേൾക്കും. അതന്നെ, അതാ വീഡിയോയിൽ തന്നെയാണ്. അല്ല പഠിച്ചോലെ ഞാൻ ഇന്നും കൂടെ കണ്ടിട്ടുള്ളൂ, ഇന്നെ പറ്റിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യണം നിങ്ങള്? ചെയ്യോ? ഞാനൊക്കെ ആണെങ്കിൽ ഒരു ട്രൈ നോക്കൂ. എന്തിട്ട് അങ്ങനൊക്കെ ഞാനൊക്കെ ചെയ്യും, എന്റെ ബുദ്ധിക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. അങ്ങനല്ല, ഞാൻ വേറെ കലക്കി കൊടുക്കും. എനിക്ക് അങ്ങനൊക്കെ ഒരു വൈബ് തോന്നാറുണ്ട് ഇടയ്ക്ക്. ചോറ് അങ്ങനല്ല, അങ്ങനെ എനിക്ക് അങ്ങനൊക്കെ തോന്നുന്നു. അത് നല്ല നൈസ് ഐഡിയ ആയിരുന്നു, നല്ലൊരു. അത് ഞാൻ പറഞ്ഞു, അത് വേണോ? അത് തൊടാൻ തന്നെ അർപ്പണികളെ, അതെങ്ങനെ തോടും? അത് പിന്നെ ആ കപ്പ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണ്ടേ? അത് വേണ്ട. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ സാധനത്തിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ടി വരും, ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ പൊടിക്കായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു കാര്യം കല്യാണം കഴിഞ്ഞില്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ എനിക്ക് ടേബിൾ മാനേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് അവിടെ വലിച്ച് വായിട്ട് മീന്തമ്മലൊക്കെ തേച്ച് അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. കഴിക്കുമ്പോഴൊക്കെ പിന്നെ അതൊരു മീശ അണ്ണാക്കിൻ്റെ ഉള്ളിൽ പോയിരിക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഉദ്ദേശിച്ചല്ല, അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല. മീശൊക്കെ കറക്റ്റ് വൃത്തിയാക്കി വെട്ടി കഴിക്കുമ്പോൾ നന്നായി കഴിക്കുക, ഇവിടെ കാക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ടേബിൾ മാനേഴ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച് ഇനിയിപ്പോൾ ഒത്തു പോകണമല്ലോ, ഭയങ്കര അനോയിങ് ആയി തോന്നിയതാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ക്ഷമിച്ചോ കൊടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങൾക്കാ എനിക്ക് റൂം വൃത്തിയായിരിക്കണം, തുണി കറക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കണം, ആണല്ലേ? ഞാൻ തന്നെ ഇടും, അടുത്ത പ്രാവശ്യം ഇടണേന്നുള്ള സീനില് ഇടക്കിടക്ക് കുഞ്ഞി ഇത് ഇവിടെ ഉള്ളതല്ല, മനസ്സിലായോ? ദേഷ്യപ്പെടാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം നോക്കിയാൽ വീണ്ടും അത് ഏതൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കൂടെ വലിച്ചു വാരിയിട്ടിട്ട് ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കുള്ള നിങ്ങൾ വീഡിയോയിൽ ഇടുന്നത് ശരിക്കും ലൈഫിൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ സർക്കംസ്റ്റൻസസ്.
പക്ഷെ ഞങ്ങൾ ഭയങ്കര exaggerate ചെയ്തിട്ടാണ് വീഡിയോ അങ്ങനെ നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല ഇനി ചെയ്യരുത്. ഈ സ്വപ്നം കണ്ട് ഞാൻ പറഞ്ഞു അത് ഞാൻ actually കണ്ട കണ്ടത് ഞാൻ വേറെ കല്യാണം എന്ത് ആ ഞാൻ കണ്ടിട്ടുണ്ട്. പോവാണ് ആരും മൈൻഡ് ആക്കിയില്ല. അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഞാൻ വെറുതെ എക്സാജറേറ്റ് ചുമ്മാ ഭയങ്കര സ്വപ്നം കണ്ടു താനെന്തോ ദുഷ്ട ആ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഉപ്പ വന്ന് ചോദിക്കും. ഇത് ഇവിടെ നോർമലായിട്ട് ഇത്ര ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. കണ്ടിട്ടുണ്ട് അവളപ്പൊ ചുമ്മാ രാവിലെ എണീച്ചപ്പോ ഞാൻ കൊള്ളാം കണ്ടന്റ് ആക്കി എന്നിട്ട് അതിനെ വലുതാക്കി അവളെ തല്ലുപിടിക്കുന്ന രീതിയിലാക്കി ശരിക്കും നിങ്ങൾ അതിൽ പറഞ്ഞ പോലെ തന്നെയാണോ? അങ്ങനൊന്നുമില്ലല്ലോ നിങ്ങള് അമ്മച്ചളെ എന്താ നിങ്ങൾ റീല് നോക്കണ നോട്ടണ്ടായിരുന്നു നോക്കണേ അങ്ങനെ നോക്കല്ലേ. ഇതാ റീലുള്ളൊരു മറ്റൊരു റീലുണ്ടല്ലോ എനിക്ക് നിങ്ങളെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരെ അറിയാം. മറ്റേ ആ മുട്ടായി ഇങ്ങനെ പൊളിച്ച് കൊണ്ടുവന്നിട്ട് മുട്ടായി നിങ്ങൾ തിന്നു എന്നിട്ട് കാക്കുക്ക് ഏത് കുട്ടീനെ ഇഷ്ടം നോക്കില്ല നിങ്ങള് ഇന്ന ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ ഇഷ്ടപ്പെടുക ഈ അപ്പൊ തൻ്റെ കുട്ടികളോടോ ചോദിക്കില്ലേ? ഓ ദൈവമേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ്. ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കും. വേറെ പരിപാടി എന്നിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കും അങ്ങനത്തെ പരിപാടി. പിന്നെ ഞാൻ കാണിച്ചിട്ടെ കുറേ വീഡിയോസിൽ വന്ന് പറയലുണ്ട് വൈഫാണ് ഈ കണ്ടൻറ്റൊക്കെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറെന്ന്. അപ്പോൾ വൈഫ് വന്നതിന് ശേഷം ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവില്ലേ ലൈഫ്? എന്താ അയക്കണില്ലേ? ഒരുപാട് കാര്യങ്ങളില്ലേ ആ ഞാൻ അമ്മാരി കാര്യങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ വൈഫ് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ജിൽ മട്ടായല്ലോ. ഞാൻ പണിയെടുക്കായിരുന്ന വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വൈഫ് ആവണതിന് മുമ്പേ ഇവളാണ് പറഞ്ഞത് എന്തെങ്കിലും ചെയ്യും വെറുതെ ഇരുന്ന കാര്യമില്ല ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യില്ല ഞാൻ വെറുതെ ഇരിക്കും. നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? അതെ എഞ്ചിനീയറിംഗ് മെറിറ്റ് കയറി പഠിച്ച ആളാണ്. ദൈവങ്ങളെ ഞാൻ എന്നും ക്ലാസ് ടോപ്പർ ആയിരുന്നു. ഫാമിലി മൊത്തം നിങ്ങൾക്കൊരു ടീച്ചറെ കട്ടുണ്ട് സംസാര ഞാൻ കണ്ടായിരുന്നു മറ്റേ ഇന്റർവ്യൂല്. കിട്ടിയവന് മെറിറ്റില് 2000 റാങ്കില് നിങ്ങൾക്കൊരു ടീച്ചറെ കട്ടുണ്ട് ഇല്ലേ? ആരും പറഞ്ഞില്ല അങ്ങനെ? പക്ഷെ ടീച്ചർ ഒരു ഇതുണ്ട് ആ ഒരു കട്ട്. ആ നീ ബാക്കി പറഞ്ഞാണി എവിടെ നിങ്ങൾ നിർത്തിയേ? പണിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്ന പണി മാത്രം ചെയ്യാം ഒന്ന് പിരിച്ചു വിട്ടതേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരൻ ആ മൂഡിലായി പണിയെടുക്കണം. മടുപ്പുണ്ടോ പണിയെടുപ്പം? മടുപ്പൊന്നുമില്ല. നല്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈഫിനെ പൊക്കി മടിയോ? ചില ദിവസങ്ങളിൽ നമുക്കൊരു ബ്രേക്ക് വേണം. അത് എനിക്കായാലും വർക്കിന്റെ ഇടയിൽ എനിക്ക് സാറ്റർഡേ സൺഡേ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ പണി ചെയ്യാനുള്ള സമയം അതാണ്. ഓ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടപ്പം മറ്റേ നിക്കാഹിൻ്റെ വീഡിയോ നിക്കാഹല്ല കല്യാണത്തിൻ്റെ വീഡിയോ തോന്നുന്നു. ആ വീഡിയോയിൽ ഇത്തങ്ങനെ ഭയങ്കരമായിട്ട് ഇക്കനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നല്ല ആളാണ് കലിപ്പനൊന്നുമില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കിയടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു അവസരം തരികയാണ് ഇത്തനെ കുറിച്ച് നല്ല 4 പുഷ്പം പോലുള്ള വാക്കുകൾ പറയുക അല്ലെങ്കിൽ പൊക്കിയടിക്കുക. ഈ പറഞ്ഞ എന്നെ പറ്റി നല്ലത് പറയും എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല ഇവളെ ഭയങ്കര നല്ല രീതിയിൽ പറയാറിയാം. ഞാൻ ഇവളെ എന്നെ പറ്റി എപ്പോഴും ഒന്നും പറയാത്ത ഇവളോട് തന്നെ ചോദിക്കും. ഇവളെ എന്നോട് ചോദിക്കാറുണ്ട് ഇവളോട് പറയുമ്പോ ഞാൻ എനിക്കറിയില്ല സംസാരിക്കാൻ എനിക്ക് അങ്ങനെ പറയാറിയില്ല. എന്തെങ്കിലും ഇവള് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഈ ബോയ്സിന് പ്രത്യേക എനിക്ക് ഇഷ്ടമല്ല സ്വഭാവം. ഈ ബോയ്സ് അയ്യോ നിങ്ങളല്ലേട്ട് പറയണത് അങ്ങനെയല്ല. ഓരുണ്ടാവും ഒരു വരി ഫുൾ സ്റ്റോപ്പ്. എത്താപ്പത് ഇത് കേൾക്കാനാ കുത്തിരിക്കണേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരും. പാരഗ്രാഫ് കിട്ടണം. നമ്മളത് അത്രയും രീതിയിൽ അങ്ങനെ ഇപ്പൊ പറയും അങ്ങനെ വിചാരിച്ച് നിൽക്കുക. ഇവരുണ്ടോ പോണ് കുത്ത് എന്തത് ഒന്നും അറിയില്ല. ഇത് എല്ലാറ്റോടും ഇങ്ങനെ തന്നെ ബോയ്സ് മൊത്തം ഇങ്ങനെ തന്നെ. സംസാരിക്കും പക്ഷെ എനിക്കിങ്ങനെ ഇവിടെ പറയണ പോലെ അതായത് ഇപ്പൊ ഒരു മൊമെന്റ് ഉണ്ടായി. ഒരു മൊമെന്റ് ചിലപ്പോ എനിക്ക് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കിട്ടില്ലായിരുന്നു നല്ല മെമ്മറി ആയിരുന്നു എന്ന് പറയാം. ഇവള് ചിലപ്പോ പറയുമ്പോ ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ ആയിരുന്നു. ആ മൊമെന്റിന്റെ അകത്ത് വന്ന് ഈ മൊമെന്റ് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നപ്പോ ഭയങ്കര രസമായിരുന്നു. ആ മറ്റേ വീഡിയോയിലൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഷാരിക്ക് ബാക്കിൽ വന്നിക്കുമ്പോ ഇത്തങ്ങനെ പറയുന്നുണ്ടല്ലോ ഭയങ്കര ഫീലിൽ ആ വീഡിയോ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങളിപ്പോ പറയണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. അങ്ങനെ പറയരുത് ദയവേത്. എന്തേ ഒന്ന് പറഞ്ഞാണ് എത്ര ഇത് ഞാനെ കേൾക്കാൻ വേണ്ടിട്ടാ കുത്തിരിക്കണത്.
ഞാൻ പറഞ്ഞതാ നന്നായി സംസാരിക്കും, എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗേളിനെ വേണമെന്നായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഞാൻ പഠിച്ചോനെ കുറേ ഇന്റർവ്യൂ ഇതെന്നെ കടന്ന് ഓടുന്നത് ഞാൻ കണ്ടിക്കണതൊക്കെ ഉണ്ട്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് എന്തോ സങ്കല്പത്തിലുള്ള വൈഫോ അങ്ങനെ എന്തോ ചെയ്യുന്ന നേരത്ത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗേളിനെ കിട്ടണം എന്നാണ്. അപ്പൊ അതെന്നെ കിട്ടിയില്ലേ പഠിച്ചോനെ. എനിക്കെന്താ ഓർമ്മ അറിയോ ആ മറ്റേ സൈക്കോ വൈഫില്ലേ മുല്ലപ്പെരിയാർ പൊട്ടോ എന്ന് പറഞ്ഞ ഇടുക്കി പോകാൻ പേടിയായിരുന്നു. മുല്ലപ്പെരിയാർ പൊട്ടോ രാത്രി ഉറക്കം കൂടി ഇല്ലായിരുന്നു. ഇനി അങ്ങനെ സ്വപ്നം കാണട്ടെ, കാരണം നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും ഞങ്ങളെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഇനി ഇതും കൂടി താങ്ങാൻ വയ്യ. പെട്ടി ബാഗെടുത്ത് ഞങ്ങൾ ഓഫീസിലെ കുറച്ച് ആൾക്കാർ മലപ്പുറത്തേക്ക് പോകാൻ നിൽക്കുക. ദൈവങ്ങളെ. അപ്പൊ ഒരു 4 വാക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും? ഭയങ്കര സപ്പോർട്ടീവാണ്, എന്നെ എല്ലാ കാര്യങ്ങളും സഹായിക്കാറുണ്ട്. പിന്നെ സപ്പോർട്ട് പറയട്ടെ ഒന്നുമില്ല, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒന്നും അല്ലാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ വെറുതെ ലേസി ആയിട്ട് ചുമ്മാ നടക്കുമ്പോൾ എനിക്ക് ഒരാളെ കിട്ടുന്നു. ആ ആളാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ ചെയ്യും. അവളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അവളാണ് എനിക്ക് ഒരു അതായത് ഇപ്പൊ റോക്കറ്റ് വിടാൻ വേണ്ടി കത്തിച്ചു കൊടുക്കൂലോ, അതേപോലെ എന്നെ കത്തിച്ച് ഇവളാണ്. അപ്പൊ ആ തീയിലാണ് ഞാൻ പിന്നെ ഒരു വർക്ക് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും എന്റെ കാര്യങ്ങളിൽ ഒപ്പം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതും പല സ്ഥലത്ത് ഇപ്പൊ ട്രാവൽ ചെയ്യാനും എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ നിൽക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിലോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കണം വൈഫ് എന്നുള്ളൊരു ഇപ്പൊ എല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട്, എനിക്കുണ്ട് ഇവക്കുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. ഇത് നല്ല മനോഹരമായി പറഞ്ഞോളൂ. ചിലപ്പോൾ ഇത് കണ്ടിരിക്കുന്ന റീലാക്കി കട്ട് ചെയ്തിട്ടാലോ മറ്റേ ഞങ്ങൾക്ക് അങ്ങനല്ല, മറ്റേ പേളിമണി പറഞ്ഞല്ലേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പിളില്ല. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും പെർഫെക്റ്റ് അല്ല, എന്തായാലും ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഞാനും എന്റെ ഉമ്മയും ഒറ്റക്കുള്ള വീട്ടില് ഒരു 3 ദിവസത്തിൽ കൂടുതൽ പോവാണെങ്കിൽ ഞങ്ങളൊരു അടി ഉണ്ടാവും. ഞാനും എന്റെ ഇത്തയും ഒരു 7 ദിവസത്തിൽ കൂടുതൽ പോകണമെങ്കിൽ ഒരു അടി ഉണ്ടാവും. ഏത് 2 മനുഷ്യന്മാരും കൂടുതൽ ജീവിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ അടി ഉണ്ടാവും. അത് തന്നെയാണ് കപ്പിൾസിലും ഉണ്ടാകുന്നത്. കപ്പിൾസിലുണ്ടാകുമ്പോൾ മാത്രം അത്ര പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. അത് സംസാരിച്ച് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം. എനിക്ക് തോന്നുന്നത് എല്ലാ ഗേൾസും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറേയൊക്കെ. എനിക്ക് നിങ്ങളെ വീഡിയോസ് കണ്ടപ്പോൾ എന്താ അറിയോ, ഞാൻ എവിടേക്കോ ഒരു ടച്ച് ഉണ്ടോ സംശയമോ അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്കൊരു സ്വഭാവം അറിയില്ലേ, എവിടേക്കോ ഒരു ടച്ച്. കാരണം ചിലപ്പോൾ ഇത്ര കണ്ടന്റിന് വേണ്ടി ചെയ്യണേക്കും ഞാൻ ശരിക്കും ചെയ്യണ സാധനങ്ങളാ, ഞാൻ ശരിക്കും ചെയ്യണ കാര്യമാണ്. മറ്റേ ബ്രഷൊക്കെ ഇട്ട് ഒരതില്ലേ ഞാൻ ശരിക്കും ചെയ്യൂ. അങ്ങനെ അല്ല, എന്നാലും വേറെ കുറെ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയില്ല, പക്ഷെ വേറെ പരിപാടി സിംഗിൽ വെച്ച് ചേർന്നിട്ട് കൊടുക്കണ പരിപാടിയൊക്കെ ഞാൻ ചെയ്യും. അമ്മേ അത് പറഞ്ഞ ഒരാൾക്കാർ കേൾക്കൂലേ, അങ്ങനെ ഓരിനെ മനസ്സിലാക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ പലതും ചെയ്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിലൊക്കെ സോപ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ. അമ്മ അത്രയും വയ്യാതിരിക്കുമ്പോ കുടിക്കാൻ സാധനമാണ്, അതില് സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിക്കണേ. എനിക്ക് ദേഷ്യം വന്നെങ്കിൽ എന്താ കൺട്രോൾ കിട്ടുക. എന്ത് നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ടേക്കും. ഇപ്പൊ 5 സ്റ്റാർ മേടിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രാന്തടങ്ങും. അതായത് ഇപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, 5 സ്റ്റാർ, ലേസ്, നൂഡിൽസ്, പാനിപൂരി. ചിലപ്പോ ഇപ്പൊ കഴിക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാന്ന കേസേ ഉള്ളൂ. അല്ല ഇത് കഴിഞ്ഞൊരു സാധനം കഴിക്കാൻ തരുന്നുണ്ട് ഞാന്. റെഡിയല്ലേ? ഓക്കെ. അടുത്തത് ഗെയിം ആട്ടോ. വർത്താനം പറഞ്ഞാൽ മാത്രം മതിയോ? ഗെയിം കളിക്കണ്ടേ? ചിൽ കൊണ്ടുവരൂ. ഗെയിം കളിക്കുന്ന സാധനം കൊണ്ടുവരൂ. അപ്പം ഇതാണ് ഗെയിം. അപ്പോൾ പൊട്ടിക്കണ പരിപാടിയാണ്. ഇതായി കാണുന്ന ബലൂണ് ഇതാണ് ഗെയിം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചയും വെള്ളിയാണ് ബലൂണുകളുടെ കളറ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഓരോ ബലൂൺ എടുക്കുക, ഇവിടെ വെക്കണം എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. അതാണ് ടാസ്ക്. അപ്പം ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിക്കുക. ഇപ്പം തന്നെ തുടങ്ങിയില്ലേ എനിക്ക് ഓടിപ്പോയി. അമ്മേ വേണ്ട നിൽക്കി പറഞ്ഞ കേട്ടാ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങി തരാം. ഇത് സെറ്റാക്കിട്ടോ. അങ്ങനൊന്നുമില്ല, ഫൗളൊന്നുമില്ല. ഇതെടുത്തിട്ട് കക്ഷത്ത് വെക്കുക, പൊട്ടിക്കുക. അങ്ങനെയോ ഗൈസ്? എന്ത് ചെയ്യണം? ഒരു സൈഡ്. അപ്പൊ നിങ്ങളെ ബലം കാണിക്കരുത്. നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് ഈ ഭാഗം നല്ല സെറ്റാക്കി വെച്ചാൽ മതി. നിങ്ങളെ ശേഷിച്ച ഭാഗം എടുത്താൽ മതി. അത് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ ബലം കുറവ് ആ ഭാഗം എടുത്തിട്ട് ബലം ഇടത്തെ കൈ മതി. നിങ്ങൾക്ക് വലത്തെ കൈയില്ലേ?
അമ്മ അത് നല്ലത്, നമ്മൾ ജയിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ജയിക്കണ്ടേ, മലപ്പുറക്കാർ ജയിക്കണമെന്ന്. അങ്ങനെ നമ്മൾ ജയിക്കണം. നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളൊന്ന് വിട്ടു നാട്ടി, നിങ്ങൾക്ക് ഭയങ്കര പ്രണയം. ആ പരിപാടി വേണം. അപ്പോൾ തുടങ്ങല്ലേ? ആ സമയം ഒന്ന് ഓണാക്കിയാട്ടെ. എന്താ വെച്ചാൽ 3 മിനിറ്റ് ഉള്ളൂ. അപ്പം അതിനിടയിൽ ഫാസ്റ്റ് ആയിട്ട് പൊട്ടിക്കാം. ആ ഇങ്ങ് പേടിയുണ്ടാ? തുടങ്ങിയില്ല, ഗെയിം തുടങ്ങിയില്ല. ആ ഓക്കെ, എന്നാ തുടങ്ങിക്കോ. 1 മിനിറ്റ് ഉള്ളൂ. സ്റ്റാർട്ട്. തുടങ്ങിക്കോളി. 2 എണ്ണുണ്ടോ? 3 4 5. ആ ഇല്ല, അതാ ബലൂണൊക്കെ. അതൊക്കെ എന്ത് പൊട്ടിക്കലാ? ആ പൊട്ടിക്കലൊന്നുമില്ല ഇതില്. ആ നിങ്ങൾ പൊട്ടിച്ചിന്. അതാ ബലൂൺ. എന്താ അതെന്താ? അതാരെ പറയുക? അതാ അതും കൂടി പൊട്ടിച്ചാണി. ഇവിടെ അവിടെ അമ്മച്ചളെ എന്തിനാണ് ഫ്ലോർ ഇടിഞ്ഞു പൊളിഞ്ഞ് ജീവിതം. അപ്പം നിങ്ങൾ നാട്ടിൽ കൂടുതൽ പൊട്ടിച്ച് നിങ്ങൾക്ക് ഭയങ്കര ശക്തിയല്ലേ? നിങ്ങൾ ഡെയിലി ജിമ്മ് പോവും? അല്ല നിങ്ങൾ എന്തൊക്കെ കാട്ടി അവിടെ എന്തൊക്കെ. ഓക്കെ അല്ല, ഞാൻ ജിമ്മിന്റെ അപ്ഡേഷനൊക്കെ കാണലുണ്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ. അതൊക്കെ എന്താ അങ്ങനെ? പക്ഷെ ബോഡി സെറ്റ് ആണല്ലോ. നിങ്ങളെ ബോഡി സെറ്റാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ ജിമ്മ് പോകുന്നുണ്ടോ? എത്ര പോവും നിങ്ങൾ? അല്ല ഞാൻ കാര്യം ചോദിച്ചാ. ഇപ്പം നിങ്ങൾ 2 പേരും ജിമ്മ് പോകുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് പറയണ്ട, വേറെ വിഷയം മാറി പോകും. പഠിച്ചോ മറ്റേ നിങ്ങൾ വേദനിച്ചിട്ട് ഇരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ സൗണ്ട്. മറ്റേ അപ്പം ശരിക്ക് ഭയങ്കര ഇത്രയും പോവേണ്ട ജിമ്മില് പോകണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോവോ? ഇല്ല, നിർത്തി. അങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയിക്കുന്നുള്ള കാര്യം. ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് അങ്ങോട്ട് പറഞ്ഞോളാം. എന്തുവാ ജിമ്മിൽ പോകുന്നു? ഞാൻ ഇപ്പം ജിമ്മിൽ പോകണേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജിമ്മിൽ പോകും, ലോട്ട് ഓഫ് ഗൈസ് അവിടെ. അങ്ങനെ എന്നാ വേണ്ട. ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓരോ വീഡിയോസും നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ അഭിനയിക്കുന്ന ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ നല്ലൊരു ഫേമസ് ഡയറക്ടർ ആവണം എന്നാണോ, അല്ലെങ്കിൽ നല്ലൊരു ഫേമസ് ആക്ടർ ആവണം എന്നാണോ ആഗ്രഹം? അത് ഒറ്റ വാക്കിൽ പറയണത്. ഞാൻ പറഞ്ഞു തീർന്നില്ല. നല്ലൊരു ആക്ടർ ആണല്ലോ, അതന്നെ ചെറുപ്പം പോലെ അതൊക്കെ എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം. ഞാൻ അഭിനയിക്കാൻ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള പരിപാടികളാണ്. പക്ഷെ അതും സിനിമയിലോട്ട് വരുമ്പോൾ വേറൊരു രീതിയിലുള്ള അഭിനയമായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് പരിപാടികളാണ് ഇഷ്ടം. ഇപ്പൊ ഇവിടെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. എന്നാലും പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇതുണ്ട്. എല്ലാത്തിലും ഒരു സിനിമ തന്നെയാണ് ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കണം. ഇപ്പോഴും നല്ല ഡയറക്ടേഴ്സിനൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. നമ്പറോട് നല്ലൊക്കെ വാങ്ങും, മെസ്സേജ് അയക്കും. മിക്കവരും അറിയാമെന്ന് പറയും, കണ്ടിട്ടുണ്ട്, കൊള്ളാം ബ്രോ പറയാം. പടം നോക്കാറുണ്ട്, കിട്ടുമ്പോൾ ചെയ്യാം. അതന്നെ. ഇപ്പൊ ഇനിയിപ്പോ ഈ അടുത്ത് ഏതെങ്കിലും കമ്മിറ്റ് ചെയ്ത വല്ല പ്രൊജക്റ്റും ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇപ്പൊ ഇറങ്ങാനുള്ള ശ്രീനാഥ് ബസിൽ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറങ്ങി നിങ്ങൾ ആരാ? ആരും പടം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ 7ാമത്തെ പടം. എത്രയും പെട്ടെന്ന് അത് കിട്ടട്ടെ. അതന്നെ. ഇപ്പൊ ഡയറക്ടിങ് വേണ്ടല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ ഞങ്ങൾ എടുക്കുവോ? ഇപ്പൊ ഡയറക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം പോയി പോകും. ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കുറെ നാളെ കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും ചെയ്യണം. ആദ്യം ഒന്ന് ആക്ടർ ആവട്ടെ, അതാണല്ലോ. ഞാൻ പറയാൻ വരിക. ഡയറക്ഷൻ ഇഷ്ടമാണ്. പക്ഷെ ഡയറക്ഷനിൽ ഞാനൊരു 100-ൽ എന്താണെന്ന് വെച്ചാൽ 5 വർഷം പോലും ഉണ്ടാവില്ല. റീൽസ് ഒക്കെ ചെയ്യുമ്പോ നമ്മളൊരു കണ്ടിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യും. ഇരുന്നിട്ട് നമ്മളത് എങ്ങനെയൊക്കെ ശരിയാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഷാരിഖിന്റെ മൈൻഡിൽ ക്ലിയർ കട്ട്സ് ഉണ്ടാവും. വീഡിയോക്കകത്ത് ഈ കട്ട് വരണം, വീഡിയോക്കകത്ത് ആ കട്ട് വരണം. ഞാൻ എനിക്ക് ഇടയ്ക്ക് മടുക്കുമല്ലോ. ഞാൻ പറയും ഇത് മതി എന്ന് പറയും. അപ്പോൾ അതല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാനതിന്റെ മനസ്സിൽ ഇങ്ങനെയാ വെച്ചേക്കുന്നത്. ആ ഒരു സാധനം കറക്റ്റ് ആയിട്ട് പോണം. അങ്ങനത്തെ
ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിൽ പണ്ടത്തെ വീഡിയോ ഇപ്പത്തെ വീഡിയോ നോക്കിയാൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഭയങ്കര പ്രൊഫഷണൽ മെത്തേഡ്. ഈ ഒരു വീഡിയോ എടുക്കുമ്പോ എന്റെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടാവും. ചിലപ്പോ ഞാൻ ഇവരോട് പറയും ഒരു കണ്ടന്റ് പറഞ്ഞിട്ട് ഇത് എങ്ങനെയായിട്ട് നോക്കുമ്പോ പോരാന്ന് പറയും. അപ്പൊ ഞാൻ പറയും എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാന്ന് പറയും. എന്നിട്ട് ഞാൻ ചെയ്ത് ഫുള്ള് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു പറഞ്ഞപ്പോ ഇത്ര പേര് ഉണ്ടായിരുന്നില്ലല്ലോ. കൊള്ളാലോ സന്തോഷത്തിലല്ലേ പറയാ, കൊള്ളാലോ അങ്ങനെ പറയാ. അല്ല നിങ്ങൾ പറഞ്ഞപ്പോ എക്സ്പ്രഷൻ ചെറുതായിട്ട് പറയാ കൊള്ളാലേ അങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. അതെന്താ അതിലും ഇമ്പ്രൂവ്മെന്റ് വേണം, അത്ര വേണ്ട. ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം ആ സാധനം. ഓക്കെ അത് പറയുമ്പോൾ ഒരു കൊള്ളാലോ കൊള്ളാലോ ആ സാധനം. ഓക്കെ ഞാനോ പഠിച്ചോനെ അതൊന്നും പറയരുത്. ഒരു കട്ടക്ക് ഞാൻ പോണേ. അപ്പം ഞാൻ 2 വീഡിയോ കാണിച്ചു കേട്ടോ, അത് കണ്ടിട്ട് നിങ്ങൾ പറയണം എന്താന്നുള്ള കാര്യം. ഇത് ശരിക്കും നിങ്ങളെ ലൈവ് സത്യം പറയണേ, എനിക്ക് കഴിയൂല നിങ്ങൾ തമാശ പറയുമ്പോൾ. ഓക്കെ ഓക്കെ അപ്പം അത് ആരുടെ ലൈഫിലാണ് ശരിക്കും ഉണ്ടായത് നിങ്ങളുടെ ലൈഫ്? ഇതിൻ്റെ ലൈഫ് ഞാൻ എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇമേജ് ഒന്നും ഞാൻ നോക്കൂല, ഞാൻ അങ്ങോട്ട് പറയും പറിച്ചത്. ആ ഓക്കെ കാട്ടി തരട്ടെ വീഡിയോ. കണ്ടന്റ് എന്റെ മൈൻഡിലില്ല. ഞാൻ ജിമ്മിൽ പോയപ്പോ അവിടുത്തെ ആശാനുണ്ട് ബ്രോനായിട്ട് ഇതേപോലെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യമല്ല ഡിസ്കസ് ചെയ്യണ, അതിനെ പറ്റി കുറ്റം പറയണ ഞങ്ങള്. അപ്പൊ ഇങ്ങനെ കുറ്റം പറയണതിന്റെ ഇടക്ക് ഒരു സംഭവം പറയണേ ഞങ്ങൾ സംസാരിക്കണേ. എന്തൊരു സംഭവം റൈമറിനോട് പറയപ്പോ ഞാൻ തിരിച്ചു പറയുമ്പോ പെട്ടെന്ന് പാട്ട് ഓഫ് ആയി പോയി. ഒച്ചലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓഫ് ആയി പോയത്. ഭാഗ്യം ഇത് പാട്ട് കുറച്ചു മുമ്പ് നിന്ന് ഞാൻ പറഞ്ഞത് ആ പുള്ളി കേട്ടാനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കൊള്ളാലോ ഇത് കണ്ടന്റ് ആക്കി ചെയ്താലോ. അപ്പൊ ഞാൻ ആലോചിച്ച ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പെണ്ണിനെ പറ്റി നല്ല രീതിയിൽ ഇങ്ങനെ പറയണം. അപ്പൊ ജിമ്മിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്, ഞങ്ങൾ തന്നെ പറയും. അപ്പൊ ഇത് ശരിക്കും നടന്നല്ലേ നിങ്ങൾ അങ്ങനെ അയിന്ന് ഉണ്ടാക്കി കഥയിൽ നിന്ന് ഇങ്ങനെ കണ്ടന്റ് ആക്കി എടുത്ത്. അതെ അതെ ഫ്രണ്ടാണ് അവളൊക്കെ അവിടെ ജിമ്മിലുള്ള ആൾക്കാർ തന്നെ അവളെ കൊണ്ട് അഭിനയിപ്പിച്ച അവളെ അഭിനയിക്കുന്ന അവളോട് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പോണ നിങ്ങളെല്ലാം കണ്ടന്റ് ആക്കുമല്ലേ. അല്ല ഞാൻ ചോദിച്ചതാ. ഇനി അടുത്തൊരു വീഡിയോ കാണിച്ചു കേട്ടോ ദൈവങ്ങളെ. മനസ്സിലായില്ലേ ഈ വീഡിയോ? ആ നോട്ടൊക്കെ ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ കളിയാക്കാറുണ്ട്. ഇതെന്താ സംഭവം അറിയോ? പറയല് നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോ ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ലേ പറയലോ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ തന്നെ അമ്മേ മഞ്ചേട്ടാ എന്ത് പറയാലും മനുഷ്യനെ വിളിക്കണ. ഓക്കെ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡബിൾ മീനിങ് അല്ലോ. അപ്പൊ നിങ്ങൾ 2 പേരിൽ ആർക്കാണ് പെട്ടെന്ന് ആ ഒരു തോട്ട് പ്രോസസ് പോവാ? രണ്ടുപേരും അല്ല ഇരുന്ന് ഇങ്ങനെ പറയാം. പബ്ലിക്കായിട്ട് പറയാനൊന്നുമില്ല. ഡബിൾ മീനിങ് തോന്നിയാലും ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടാലും ഞങ്ങള് ഇരുന്ന് പറയാനൊന്നുമില്ല. ഞങ്ങള് പറയുമായിരിക്കും, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ രണ്ടുപേരും പറയോ? നല്ലോണം പറയും. പിന്നെ അപ്പൊ തന്നെ അങ്ങനെ പറയും. കേട്ടോ ഞാൻ ഒട്ടുമിക്ക സമയത്ത് നിങ്ങളെ വീഡിയോസ് ഒക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും ഇന്റെ കോപ്പി അടിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് സംശയമുണ്ട്. ഇന്റെ കോപ്പി അടിച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്നലെ ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പം ഞാൻ എന്തൊക്കെ മണ്ടി പഠിച്ച് നോക്കിയപ്പോൾ ഇത്ര അങ്ങനെ സൈക്കോ വൈഫിനെ കണ്ടപ്പോൾ ഞാൻ പഠിച്ചോനെ ഇത് ഞാൻ ചെയ്ത പരിപാടിയല്ലോ, ഇതിട്ട് ഇങ്ങനെ വന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ വരും. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കണ്ടന്റിനൊക്കെ ഫാമിലിയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനൊരു സംഭവം ഉണ്ട്, നന്നായിട്ട് കണ്ടന്റ് ഒക്കെ പറഞ്ഞുതരും. അങ്ങനത്തെ അല്ല ഞാൻ വിചാരിച്ചെന്താ അറിയോ, നിങ്ങൾ മറ്റേ റീല് കാണിച്ചു തന്നിട്ട് ഞാൻ പൊട്ടിയും കാക്കൂ എന്നുള്ള രീതിക്ക് ആ കട്ടക്ക് നിൽക്കുന്ന ഞാൻ വിചാരിച്ചു. എനിക്ക് പേടിയാവുന്നു. കാരണം എന്തെങ്കിലും ചോദിക്കുമ്പോൾ ടീച്ചർ ഉണർന്ന് എണീറ്റ് വരുന്നു ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഗെയിമിലേക്ക് കടക്കാം.
ഗൈസ് കൊണ്ടുവരൂ. എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. അങ്ങനെയല്ല, ഐ ലവ് യു ബിക്കോസ് നിങ്ങളാ കറക്റ്റ് ഞാൻ തന്നെ. ഞാൻ റെഡിയാക്കി. ഞാൻ അങ്ങനെ കറക്റ്റ് ഞാൻ തന്നെ. നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ആ വാക്ക് ഇക്കോ, അപ്പം തൻ്റെ കുട്ടിയല്ലേടോ എന്നൊക്കെ ചോദിക്കില്ലേ, കറക്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പം നമ്മളെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പായസത്തിലുള്ള ഐറ്റംസ് ആണെങ്കിൽ കപ്പലോട്ട് ഇടണം അല്ലേ? ഇത് എവിടുന്ന് പഠിച്ചേ? ഞാൻ രണ്ടെണ്ണം തുറന്നു നോക്കിയാണ്. ദൈവങ്ങളെ, പായസത്തിലുള്ള ഐറ്റംസ് ആണെങ്കിൽ കപ്പലോട്ട് ഇടണം. അല്ല അത് ഞാൻ പറട്ടെ, ഞാൻ ആ പേപ്പറിലൊക്കെ ഇവിടെ കമത്തും. ആ കമത്തി വെച്ച സാധനത്തിൽ നിന്ന് നിങ്ങൾ ഓരോന്നും എടുക്കണം. അപ്പൊ പായസം ഉണ്ടാക്കേണ്ട എങ്ങനെ അറിയാലോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലേ? പഠിച്ചോനെ അങ്ങനെ പറയല്ലേ. ഞാൻ പായസം ഉണ്ടാക്കിയിട്ടില്ല. ആദ്യം പായസത്തിൽ നമ്മൾ അണ്ടി ഇടുക. എന്നിട്ട് എന്താ പഠിച്ചോനെ, അണ്ടി, വെള്ളണ്ടി അതിടുക. എന്നിട്ട് മുന്തിരി ഇട്ട് വയറ്റുക. വേണി ഉള്ളി ഇടുക. എന്നിട്ട് വയറ്റി മാറ്റി വെക്കുക. അല്ല, ചട്ടിയിൽ, വെറും ചട്ടിയിൽ ഇതിട്ട് വയറ്റി മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് നെയ്യ് ഇടുക, വയറ്റുക. അത് കഴിഞ്ഞിട്ട് എന്താ, അപ്പൊ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അറിയില്ല, അതിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ അറിയില്ലേ? ആ, അപ്പൊ ആ സാധനങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ഓരോന്നും എടുത്തിട്ട് ഇവിടെ വെച്ചുകൊള്ളാം. അല്ല, ഞാൻ ഇവിടെ കമത്തും. നിങ്ങൾ കമത്തിന്ന് എടുത്തിട്ട് ഓരോന്നിലും അങ്ങോട്ട് നമുക്ക് വെച്ചുക. ഓക്കെ, കമത്തട്ടെ. അതിന് മത്സരാണേ, വേഗം ആയിക്കോട്ടെ. അല്ലല്ല, അണ്ടിപ്പരിപ്പ് പായസാണേ. അല്ല, അരിപ്പരിപ്പ്. എന്താണ് എന്ത് പരിപ്പ്? എന്ത് പരിപ്പാണ്? പരിപ്പ് പായസം, ഓൺലി പരിപ്പ് പായസം. ഇല്ല, പരിപ്പ് പായസം മാത്രം സ്വീകരിക്കുള്ളൂ കേട്ടോ. ഫാസ്റ്റ് ആലോചിക്കുക. ചിലത് കയ്യിൽ നിന്ന് നിങ്ങൾ എടുക്കാതിരിക്കുന്നു. ആലോചിച്ച് കളിക്കുക. മന്തി ബിരിയാണിയാണ് അതിലോട്ട് കൊണ്ടാ. അത് ഞാൻ അപ്പത്തൊരു മൂടിന് എഴുതി വെച്ചാ മന്തി ബിരിയാണി എന്നൊക്കെ. എന്ത് പായസം? എന്ത് പരിപ്പ് പായസം? പരിപ്പ് പായസം. എനിക്ക് കിട്ടിയത് പരിപ്പ് പായസാണേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അണ്ടിപ്പരിപ്പല്ല. എന്താ ഇത്രയും പായസമൊക്കെ പഠിച്ചോ? ഞാൻ ഇതിപ്പോ ആകെ 4 ഫലൂദേ അല്ല. ഓക്കെ, നോക്കട്ടെ. ഇതാദ്യം നോക്കാം. മുന്തിരി. കറക്റ്റ്. മുന്തിരി കിട്ടിയില്ലേ? എന്ത് 2 മുന്തിരി? 1 മുന്തിരി പോരെ? പഠിച്ചോനെ. പാല്, ഏലക്ക. പച്ചവെള്ളത്തിലാണോ? മറ്റേ ചന്ദനമഴയിലാ റീല്. മധുമതി, നീ പച്ചവെള്ളമാണോ ചേർത്തത്? ആ സീന്. പഞ്ചസാര, അണ്ടി. ഓക്കെ, പാല്. എത്ര? 2 പാല്? 2 പാല് ഒഴിക്കാലോ. 1 പാല് മതി. ഞാൻ 2 പാല് ഒഴിച്ചിട്ടുണ്ടാക്കാറില്ല, കുറച്ച് തിക്ക് വേണം. അപ്പൊ നിങ്ങളെ പായസത്താ വെള്ളപ്പായസോ? ശർക്കര, പഞ്ചസാര ഇട്ടെ. പിന്നെ എന്തിനാ ശർക്കര? പരിപ്പ് പായസത്തില് ശർക്കര ഇടൂലേ? അതല്ല, പരിപ്പ്. പരിപ്പ്. ഓക്കെ, അടുത്തത് പരിപ്പ്. ഓക്കെ, നെയ്യ്, മുന്തിരി. പാവാണ് ഇതിന്റെ പായസം. എത്തേക്കും പഠിച്ചോനെ. നോക്കട്ടെ, 1 മിനിറ്റ്. പാവാണ്, കുഴപ്പമില്ല കേട്ടോ. നെയ്യ്. ഫലൂദ പായസത്തിലോ? ഇതെന്താ ദൈവങ്ങളെ? നിങ്ങളിങ്ങനെ ചെയ്യരുതേ. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഞാൻ. ശർക്കര, ഉപ്പോ? എത്തണി ഉപ്പിടൂലേ നിങ്ങൾ പായസത്തില്? ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടുണ്ടായിരിക്കും. അടുത്തത് അട. എന്തിനാ? കുറച്ച് കടിക്കാൻ. ഇത് മറ്റേ റീല് മാറി എടുത്തിട്ട് കാണിക്കരുത്. പരിപ്പ്. ഓക്കെ, അണ്ടി. ഓക്കെ, ഏലക്ക. അട എന്തിനാ? നിങ്ങൾ അടയാണ് ഉണ്ടാക്കിയേ? കിട്ടിയത് മൊത്തം. വെള്ളോ? വെള്ളം ഒഴിക്കോ? വെള്ളം ഒഴിക്കോ? മഞ്ചേട്ടാ വെള്ളം ഒഴിക്കോ? ഒഴിക്കോ? ഒഴിക്കല്ലേ? വിജയിച്ചാ? അപ്പൊ നിങ്ങൾ തന്നെ, നിങ്ങളെ പായസല്ലേ കറക്റ്റ്.
ഇങ്ങനത്തെ ഫലൂതൊക്കെ ഉണ്ടാക്കിയിട്ട് ഏത് പായസം ഉണ്ടാക്കാൻ ഞാൻ കണ്ടില്ല. മലപ്പുറത്ത് പോലും മാതിരി ഞാൻ കണ്ടിട്ടില്ല. പാലില്ലാത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാ. ഫലൂതേ ഇതിന്റെ വിജയിക്ക് എന്താ കിട്ടണം? വിജയ്ക്ക് ഓക്കെ ചിരിച്ചിരി കൊണ്ടുവരൂ. എനിക്ക് ചേഴ്സോ മനസ്സേട്ടാ, ഇത് വേറെ വേറെ ഇതായി പോട്ടോ. കുടിച്ചോളി കുടിച്ചോളി. ഇത് ശരിക്കും നിങ്ങളാണ് വിജയിച്ചത്, വിജയ്ക്ക് കിട്ടിയതാ. പിന്നെ ഞങ്ങൾ എനിക്ക് നോണ വരും, ഇപ്പൊ തന്നെ എനിക്ക് നോണ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നതാണ്. നോണ വെച്ചാ തുപ്പൽ തുപ്പൽ ആ സാധനം. കുടിച്ചോളി കുടിച്ചാണി കുടിച്ചോളി. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. എത്തെങ്കിലും ഇത്ര പേടി. ഞാൻ അങ്ങനെ ചതിക്കൂല, ഇങ്ങളെ ചതിച്ചാലും ചതിക്കൂല. അതിലേ എന്തൊരു അപ്പം നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് നമ്മുടെ ഒരു ഓണം ആശംസകൾ പറയുന്നതോടുകൂടി എത്താണികളെ പരിപാടി നമ്മളെല്ലാരും പറയണ്ടേ. അങ്ങനെയല്ല, മലയാളം നമ്മൾ മംഗന്മാരായിട്ട് വന്നിട്ട് മലയാള തനിമയോട് കൂടി വേണം പറയാൻ. അപ്പോൾ അതിനു മുന്നേ നിങ്ങളത് രണ്ടുപേരോടും പറയാനുള്ള കാര്യം, ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ജാങ്കോ സ്പേസിൻ്റെ കൂടെ ഈ ഒരു ഓണം ആഘോഷിക്കാൻ എത്തിയതിന് വളരെ നന്ദി. അപ്പം നമുക്ക് എല്ലാവരും വിട പറയാം. അയ്യോ സോറി, അതല്ല, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടങ്ങിക്കോളൂ. സ്റ്റോപ്പ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗായ്സ്. ഞാൻ അങ്ങനെ ചെയ്യലില്ല, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഓക്കെ, അപ്പം നമുക്ക് പറയാം. എന്താ പറഞ്ഞത്? ഏവർക്കും ഓണാശംസകൾ. ഓക്കെ.